നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നേതാക്കളെയും നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലാ സുന്നി യുവജന ഫെഡറേഷൻ ഉപദേശക സമിതി കൺവീനർ ഉസ്താദ് GM ഇബ്രാഹിം ഫുർഖാനി നമ്മളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ പരിപാടിക്ക് വേണ്ടി നിരന്തരം യോഗങ്ങളും ഓൺലൈനായും ഓഫ്ലൈനായും നിരന്തരം യോഗങ്ങൾ ചേരുകയും അതിന് നേതൃത്വം നൽകുകയും എല്ലാ പരിപാടിയിൽ ശാരീരികമായി പ്രയാസമനുഭവിക്കലോടുകൂടെ എല്ലായിടത്തും എത്തുകയും ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പോരാളിയെപ്പോലെ നമ്മുടെ സംഘത്തെ നയിക്കുകയും ചെയ്യുന്ന ഉസ്താദ് GM ഇബ്രാഹിം ഫുർഖാനി നമ്മളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ സ്വാഗത ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സയ്യിദുമാരെ, നേതാക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കുമാറാകട്ടെ. നാം ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുന്ന ഒരു സ്വാലിഹായ അമലായി മാറ്റുമാറാകട്ടെ. കേരള സംസ്ഥാന ജമീഅത്തുൽ ഉലമയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സുന്നി യുവജന ഫെഡറേഷൻ ദക്ഷിണ കന്നഡ ജില്ലാ കമ്മിറ്റി ഒരുക്കിയ ഒരു പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഷെയ്ഖുനൽ മർഹൂം താജുൽ ഉലമ വ ഖുദ്വത്തുൽ മുഹഖഖീൻ വണ്ടൂരിൽ മറപ്പെട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ടവർ, നമുക്കറിയാം കേരളത്തിലെയും കർണാടകയിലെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന അതുപോലെ മൺമറഞ്ഞു പോയ പ്രഗത്ഭരായ എല്ലാ പണ്ഡിതന്മാരുടെയും നേരെ ഗുരുവര്യരോ അല്ലെങ്കിൽ ഗുരുവര്യന്മാരുടെ ഗുരുവോ ആയി തിളങ്ങിയവരാണ് വണ്ടൂരിലെ താജുൽ ഉലമ അവർകൾ. അവരുടെ ദർസി പഠനകാലത്ത് തന്നെ സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ മുഷാവറ അംഗമാവുകയും അതിനുവേണ്ടി അതിൻ്റെ ഉന്നതിക്ക് വേണ്ടിയും ഒരുപാട് കാലം പ്രവർത്തിക്കുകയും അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് വരെ എത്തി ശോഭിച്ചവരാണ്. 1967 വണ്ടൂരിലെ താജുൽ ഉലമ അവർകൾ അവരുടെ ശിഷ്യന്മാരും ഒന്നിച്ചുള്ളവരുമായ അതിപ്രഗത്ഭരായ സാത്വികരായ ഉഖ്റവി പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വണ്ടൂരിൽ സ്ഥാപിച്ച ഒരു ജമീഅത്തുൽ ഉലമയാണ് കേരള സംസ്ഥാന ജമീഅത്തുൽ ഉലമ എന്നുള്ളത്. ഇതുപോലത്തെ ഒരു നവംബർ മാസത്തിലാണ് അതവിടെ ഒരുമിച്ച് കൂടിയത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിൻ്റെ തനതായ രൂപത്തിലും ശൈലിയിലും അണുകിട വ്യത്യാസമില്ലാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ദീൻ അതേ നിലയിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പ്രയാസമാണെങ്കിലും ത്യാഗം സഹിക്കേണ്ടതാണെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും എല്ലാം തരണം ചെയ്തുകൊണ്ട് അതതിൻ്റെ രൂപത്തിൽ നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ
പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി രൂപീകരിച്ചതാണ് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ 1967. ഒരു 10 വർഷം പിന്നിട്ടപ്പോൾ 1978 താജുൽ ഉലമായുടെ നേതൃത്വത്തിൽ തന്നെ രൂപീകരിക്കപ്പെട്ട സംഘമാണ് സുന്നി യുവജന ഫെഡറേഷൻ എന്നുള്ളത്. ബഹുജനങ്ങൾ ആലിമീങ്ങളെ കീഴിൽ തന്നെ അണിനിരക്കാനും പരിശുദ്ധമായ അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ബഹുജനങ്ങൾക്കായി രൂപീകരിക്കപ്പെട്ടതാണ് സുന്നി യുവജന ഫെഡറേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ജമിയത്തുൽ ഉലമയുടെ കീഴിൽ കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ കീഴിൽ ഒരുപാട് മദ്രസകൾ നടന്നു വരുന്നുണ്ട്. ദീനിൻ്റെതായ നിയമങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാസികകൾ, നുസ്രത്തുൽ അനാം എന്നുള്ള മാസികകൾ, അതേപോലെ തന്നെ ബുൽബുൽ എന്ന മാസിക, അതുപോലെ തന്നെ പണ്ഡിതന്മാരെ സമർപ്പിക്കാൻ വേണ്ടി വണ്ടൂരിൽ നടക്കുന്ന ജാമിയ വഹാബിയ അറബിക് കോളേജ്, ഇതുപോലെ തന്നെ സുന്നി യുവജന ഫെഡറേഷൻ്റെ കീഴിൽ തന്നെ നടക്കുന്നതാണ് മഞ്ചേരിയിലെ ദാറുസുന്ന അറബിക് കോളേജ്. ഹുജ്ജത്തുൽ ഉലമ മൗലാന അവരുടെ നേതൃത്വത്തിൽ ഈ ദാറുസുന്നയുടെ കീഴിൽ നിന്ന് പല ഭാഗത്തും പല സ്ഥാപനങ്ങളും നടന്നു വരുന്നുണ്ട്. ഈ നിലക്ക് പരിശുദ്ധമായ ദീനിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി താജുൽ ഉലമ രൂപീകരിക്കപ്പെട്ട സംഘം അവരുടെ വഫാത്ത് വരെ തുടർന്നു. അതിനുശേഷം അവരുടെ ശിഷ്യഗണങ്ങൾ ഇന്നും അതിപ്രഗത്ഭരായ പണ്ഡിതന്മാരിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സരണിയെ മുറുകെ പിടിച്ചുകൊണ്ട് അവരെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നാമും ഈ ദീപശിഖ കയ്യിലേന്തി ഈ സത്യപ്രസ്ഥാനത്തിൻ്റെ സത്യാദർശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയും ആ വഴിയിൽ നീങ്ങാൻ വേണ്ടിയുമുള്ള ചെറിയൊരു ശ്രമമാണ് ഇവിടെ നാം പ്രവർത്തിക്കുന്ന സുന്നി യുവജന ഫെഡറേഷൻ എന്നുള്ളത്. താജുൽ ഉലമയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഈ പ്രദേശവുമായിട്ട് നിങ്ങൾ കേട്ടല്ലോ, നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയുമായിട്ട് അഭേദ്യ ബന്ധമാണ് ശൈഖുനാക്കുണ്ടായിരുന്നത്. എന്തിനേറെ പറയണം, ഈ നാം ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ഹാളിൻ്റെ അടുത്ത സ്ഥലം തന്നെയാണ് സംബ്യ എന്നുള്ളത്. സംബ്യത്ത് ഷെയ്ഖുനൽ മർഹൂം താജുൽ ഉലമ അവർ 1967 രൂപീകരിച്ചതിന് ശേഷം ആദ്യകാലത്ത് തന്നെ സംബ്യയിൽ വരികയും ജമിയത്തുൽ ഉലമയുടെ ഒരു സമ്മേളനം തന്നെ അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അതിനൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ബാപ്പുഞ്ഞ ഉസ്താദ്. നമുക്കറിയാം, അള്ളാഹു തആല അവരോടൊപ്പം നമ്മയും സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടിമാറാകട്ടെ. ബാപ്പുഞ്ഞ ഉസ്താദ് സൗകര്യം ചെയ്തു കൊടുത്ത് അവിടെ സമ്മേളനം നടത്തുകയും സഞ്ചരിക്കുന്ന കുത്തുബ് ഖാന എന്ന പേരിൽ അറിയപ്പെടുന്ന ആമയൂർ ഉസ്താദ് അവരുകളെ കൊണ്ടുവന്ന് വഅദ് പറയിപ്പിക്കുകയും ഷെയ്ഖുനായോടൊപ്പം സെയ്ദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ, സെയ്ദ് യാസിൻ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവരൊക്കെ അന്ന് സംബന്ധിച്ചവരാണ്. അതിനെപ്പറ്റിയുള്ള വിവരം ഷെയ്ഖുനായുടെ സ്മരണയിൽ നമുക്ക് കാണാൻ വായിക്കാൻ പറ്റും. ആ ബാപ്പുഞ്ഞു ഉസ്താദ് അന്ന് വണ്ടൂരിൽ നിന്ന് കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ പുസ്തകങ്ങൾ പോസ്റ്റ് വഴി വരുത്തിക്കുകയും ഇവിടുത്തെ കുട്ടികൾക്ക് അവർ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മക്കളായ പ്രഗത്ഭരായ ഇന്നത്തെ പണ്ഡിതന്മാർ, ഇന്ന് ദീനീയ സേവനം ചെയ്യുന്നവരുടെ മക്കൾ ഇന്നും അയവിറക്കുകയാണ്. ഞങ്ങൾ പഠിച്ചത് കേരള സംസ്ഥാന മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകങ്ങളായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് തന്നെ ബന്ധം തുടങ്ങി. പിന്നീട് 1978 താജുൽ ഉലമ വണ്ടൂരിൽ മറപ്പെട്ട് കിടക്കുന്നവർ നമ്മുടെ പാനമംഗളൂരിൽ ജുമാ തുടങ്ങുന്നത്, പാനമംഗളൂരുമായി ബന്ധപ്പെടുന്നത്. അന്ന് മുതൽ 1985 വരെ തൻ്റെ വഫാത്ത് നടക്കുന്ന ആ വർഷം വരെ നിരന്തരമായി പാനമംഗളൂരിലേക്ക് വരികയും നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്തവരാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ആ വേളയിൽ ബഹുമാനപ്പെട്ട അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജി പ്രഗത്ഭനായ പണ്ഡിതനും വായിലുമാണ്. ഈ ഭാഗത്തൊക്കെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരും വളരെയേറെ ത്യാഗം സഹിച്ചവരുമായ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജി അവരുകൾ വണ്ടൂരിലെ ശൈഖുനമായി നിരന്തരമായി കത്തിടപാടുകൾ നടത്തുകയും ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ വരെ പങ്കെടുത്തവരുമാണ്. അവരുടെ പുത്രനാണ് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള ആഷിം ഹംസ വഹാബി അവർകൾ. അവരവരുടെ ചരിത്രം തന്നെ രേഖപ്പെടുത്തിയ ഒരു പുസ്തകം ഈ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ കഴിയും വിവരങ്ങളൊക്കെ.
ഈ നിലക്ക് നമ്മുടെ നാടുമായി അഭേദ്യ ബന്ധമുള്ളവരാണെന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ദുഗ്ഗലടുക്ക എന്നുള്ള പ്രദേശം, അവിടെ മറപ്പെട്ട് കിടക്കുന്ന സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളവരുകൾ, അവരുടെ സഹോദരന്മാരായ സയ്യിദ് രാമന്തളി മുഹമ്മദ് കോയ തങ്ങൾ ദീർഘകാലം കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ കാര്യദർശിയായി, ജനറൽ സെക്രട്ടറിയായി ഇതിനു വേണ്ടി മരണം വരെ സേവനം ചെയ്തവരാണ്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു സഹോദരൻ യാസിൻ മുത്തുക്കോയ തങ്ങൾ, അവരൊക്കെ ട്രഷററാവുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. മാടന്നൂർ ഭാഗത്ത് ദർസുണ്ടായിരുന്നവർ, മാടന്നൂറും സംഭ്യയും പനമംഗളൂറുമായി ദുഗ്ഗലടുക്ക സുള്യ പല ഭാഗത്തും ബന്ധമുള്ളവർ. നമുക്ക് ആ ബന്ധം അയവിറച്ചുകൊണ്ട്, ആ ബന്ധം നാം ഓർത്തുകൊണ്ട് അതിനെ നിലനിർത്തുകയും പരിശുദ്ധമായ ദീനിൽ അവർ കണിച്ച ആ പാത അവരുടെ ശിഷ്യന്മാർ വഴി ഇന്ന് നമുക്ക് നേതൃത്വം നൽകാൻ ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് അവരുകളുണ്ട്. അവരുടെ പിന്നിൽ അരിഞ്ഞിരുന്ന സംഘമാണ് സുന്നി യുവജന ഫെഡറേഷൻ എന്നുള്ളത്. ഈ സംഘം സംഘടിപ്പിച്ച ഒരു യോഗത്തിലാണ് നാം ഉള്ളത്. ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് ഒരുപാട് പേര് സംസാരിക്കാനും ഒക്കെ ഉണ്ട്. ഇവിടെ വന്നവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമുക്ക് നമ്മുടെ ഈ യോഗത്തിൽ ഇന്ന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ആമിർ സഖാഫ് തങ്ങൾ അവരുകളാണ്. നാദാപുരത്തുള്ള തങ്ങൾ അവരുടെ പിതാവ് ശംസുൽ ഉലമ കീഴണവോർ എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ സുദീർഘകാലം പ്രസിഡൻ്റായിരുന്നവരാണ്. അവരുടെ ശിഷ്യരും ആ ഭാഗത്തുള്ള ഖാദിയുമായിരുന്നു. ഈ അടുത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവരോടൊപ്പം നമ്മയും സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ആമിർ തങ്ങൾ എടിമല രാമന്തളി കുടുംബത്തിൽ നിന്നാണ് അവർ കല്യാണം കഴിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് തങ്ങളിവിടെ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജി അവരുടെ പുത്രനും കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള സുന്നി യുവജന ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റും വാഗ്മിയും എഴുത്തുകാരനും ദീനിൻ്റെ തനതായ ശബ്ദം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി തൻ്റെ കഴിവിൻ്റെ പരമാവധി അനാരോഗ്യമുണ്ടെങ്കിലും വകവെക്കാതെ റൂമിലിരുന്നും പുറത്തു പോയും അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ദീനിനു വേണ്ടി ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കിന്ന് നമ്മുടെ ക്ലാസ്, പ്രധാനമായ ഒരു ക്ലാസ്സാണ് നമുക്കിന്നുള്ളത്. നമ്മുടെ ഇബാദത്തുകൾ അത് സ്വഹീഹാകണം. നാം ചെയ്യുന്ന കഷ്ടപ്പെട്ട് നടത്തുന്ന ഇബാദത്തുകൾ അത് മാത്രമാണ് നമുക്ക് നാളെ ആഖിറത്തിലുള്ളത്. നാം അറിയാതെ നമ്മുടെ ഇബാദത്തുകൾ ബാത്തിലായി പോവുകയാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, അല്ലാഹു തആല സ്വീകരിക്കാത്തതായി വരികയാണെങ്കിൽ എല്ലാം പരാജയപ്പെട്ടു പോയി. അങ്ങനെ വരരുത്. ആലിമീങ്ങൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മോട് ഇബാദത്ത് ചെയ്യാൻ എങ്ങനെ കൽപ്പിച്ചുവോ അത് നാം മനസ്സിലാക്കിക്കൊണ്ട് അത് ബാത്തിലാക്കാതെ സ്വഹീയാകുന്ന രൂപത്തിൽ തന്നെ നടത്താൻ ചിലപ്പോൾ പ്രയാസമാകും, ചിലപ്പോൾ കഷ്ടപ്പാടുണ്ടാകും, ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. എന്നാലും ആ വഴി നാം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ സ്വഹീയാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അതിൻ്റെ വിവരണങ്ങളും നമുക്ക് വേണ്ടതുപോലെ നമുക്ക് വിവരിച്ചു തരാൻ ഇന്ന് വണ്ടൂരിൽ നിന്നും നമ്മുടെ ദാറുസുന്ന അറബിക് കോളേജിലെ പ്രൊഫസറായ ബഹുമാനപ്പെട്ട ജാഫർ ഉസ്താദ് അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ദീർഘകാല പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖുൽ ഉലമ NK ഉസ്താദിൻ്റെ മകളുടെ പുത്രനും അതേപോലെ തന്നെ മുഷാവറ മെമ്പറായിരുന്ന പ്രഗത്ഭ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അബ്ദുറഹീം ഉസ്താദ് പുല്ലൂർ അവരുടെ പുത്രനുമാണ് ബഹുമാനപ്പെട്ടവർ. അല്ലാഹു തആല അവരുടെ നിഴലിലായ ദീർഘകാലം നമുക്ക് ഈ പരിശുദ്ധമായ ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് അതിഥിയായിക്കൊണ്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം തങ്ങൾ കോറിങ്കില, അടുത്ത കാലത്തായി ഇവിടെ ഭാഗത്ത് പരിശുദ്ധമായ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യുന്നവരും
അതേപോലെ തന്നെ ദാറുസുന്നയിൽ പഠിക്കുന്ന സയ്യിദ് ഹിബത്തുള്ള തങ്ങളുടെ പിതാവുമാണ്. അദ്ദേഹത്തിനും അല്ലാഹു തആല ആരോഗ്യവും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട ബെള്ളാര ഇസ്മായിൽ ഉസ്താദ്, നമുക്കറിയാം ദാറുസുന്ന അറബിക് കോളേജിക്ക് വേണ്ടി ഹുജ്ജത്തുൽ ഉലമാ മൗലാന നജീബ് ഉസ്താദ് ആദ്യകാലത്ത് കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ആഹ്വാനം നൽകിയപ്പോൾ അല്ലാഹു തആല നൽകിയ ഒരു സൗഭാഗ്യമാണ് ബഹുമാനപ്പെട്ടവർക്ക് ഒന്നാമതായി അതിന് പ്രതികരിച്ചവർ, അതിനുവേണ്ടി ഉത്തരം നൽകിയവർ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് ബെള്ളാരയാണ്. അത് മൗലാന നജീബ് ഉസ്താദ് എന്നും സ്മരിക്കുന്നതാണ്. ആ ഭാഗ്യം അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കിന്ന് ഈ പരിപാടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബു സാലിഹ് ഉസ്താദ്. നമ്മുടെ പാനമംഗളൂരിലെ മഹലിൽ 30 വർഷത്തിലേറെ കാലമായി അവിടെ നമുക്ക് നേതൃത്വം നൽകി കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട BH അബു സാലിഹ് ഉസ്താദ് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പാനമംഗളൂർ മഹലിൻ്റെ അടുത്ത മഹൽ റെങ്കേൽ ബദ്രിയ ജുമാ മസ്ജിദിൻ്റെ ഖത്തീബായി അവിടെ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് അവർകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല ആ മഹലിന് വേണ്ട വിധത്തിൽ ശരിയായ വിധത്തിൽ നേതൃത്വം നൽകുവാനും പരിശുദ്ധമായ ദീനിന് വേണ്ടി ഏറെക്കാല ഖിദ്മത്ത് ചെയ്യാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ പാനമംഗളൂർ മുഹീദ്ദീൻ ജുമാ മസ്ജിദ് 1978 ആരംഭിച്ച മുഹീദ്ദീൻ ജുമാഅത്ത് പള്ളിയുടെ ജുമാ ഇന്ന് വരെ ഏകദേശം 50 വർഷങ്ങളായി അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ആ പള്ളിയിൽ സ്പീക്കർ എന്നുള്ളത് ഇതുവരെ കയറിയിട്ടില്ല. ഖുതുബക്കെന്ന് മാത്രമല്ല, നിസ്കാരത്തിനെന്ന് മാത്രമല്ല, ബാങ്കിനെന്ന് മാത്രമല്ല, ഒരു പരിപാടിക്കും ആ പള്ളിക്കകത്ത് ഇതുവരെ കയറിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവരുടെ നേതൃത്വത്തിൽ ആ പള്ളി വിപുലീകരിച്ചു വലുതാക്കി. എന്നാലും അള്ളാഹുവിൻ്റെ തൗഫീഖാണ് ആ പള്ളിയിൽ ഇതുവരെ സ്പീക്കർ കയറ്റിട്ടില്ല. എന്തുകൊണ്ട്? ആലിമീങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട്, നമ്മുടെ ഇബാദത്ത് സ്വഹിയാകണമെന്നുള്ള ഉദ്ദേശം കൊണ്ട്. അത് അങ്ങനെ തന്നെ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. ആ പള്ളിയുടെ പ്രസിഡൻ്റായിക്കൊണ്ട് നമ്മുടെ നാട്ടിന് എല്ലാവിധ അഭിവൃദ്ധി പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ കഠിനാധ്വാനം ചെയ്യുകയും ധീരമായി നേതൃത്വം നൽകുന്നവരുമാണ് നമ്മുടെ മോനാക്ക് അബ്ദുറഹ്മാൻ മോനാക്ക് അവർ നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന നമ്മുടെ യൂസുഫ് ഹാജി അവർ കാലിന് വേദനയുണ്ടെങ്കിലും ഈ പരിപാടിക്ക് വന്നെത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് ഇനിയും ദീർഘകാലം നമ്മുടെ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ സദസ്സിലുമുണ്ട്. എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തവർക്കും നമ്മുടെ കാസർഗോഡ് ജില്ല പ്രസിഡന്റ്, സുന്നി യുവജന ഫെഡറേഷൻ്റെ പ്രസിഡന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചെറുലടുക്ക. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സുന്നി യുവജന ഫെഡറേഷൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫവാസ് വഹാബി അവർ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹു തആല അവർക്കും ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ പരിപാടിയുടെ അവസാനത്തിൽ നാം ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവസാനം വരെ ഇരിക്കുകയും ഭക്ഷണം കഴിച്ച് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിസ്കരിക്കാനുള്ള സൗകര്യവും റൂമും ഹാളും ഒക്കെ മുകളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട്. നിസ്കാരം ഇവിടുന്ന് നിർവഹിക്കാം, ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് പോകാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ബുക്ക് കൗണ്ടർ, നമ്മുടെ വിലപ്പെട്ട നമ്മുടെ നേതാക്കളുടെ ലേഖനങ്ങളും എഴുത്തുകളും മറിഞ്ഞുപോയ മഹാരഥന്മാരുടെ അനുസ്മരണ കുറിപ്പുകളും അടങ്ങുന്ന ഒരുപാട് വിലപ്പെട്ട കൃതികൾ നമ്മുടെ മുന്നിൽ തന്നെ ബുക്ക് കൗണ്ടറിൽ ഇവിടെയുണ്ട്. നമുക്കത് ബുക്ക് സ്റ്റാളുകളിലൂടെ പോയാൽ വാങ്ങാൻ സാധിക്കുകയില്ല. വണ്ടൂരിലോ മഞ്ചേരിയിലോ നാദാപുരത്തോ നാം ചെന്ന് നമുക്ക് വാങ്ങിക്കാണും പ്രയാസമാകും. ഇവിടെയുള്ളത് ആവശ്യമുള്ളവർ നോക്കി വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാസിക ബുൽബുൽ എന്നുള്ളതിന് വരി ചേരാൻ ഉദ്ദേശിക്കുന്നവർ വരി ചേരണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജിയുടെ ചരിത്രമടങ്ങുന്നൊരു പുസ്തകം
ഇവിടെ നമുക്ക് ലഭ്യമാണ്. 150 രൂപയുടെ പുസ്തകം ഇപ്പോൾ 100 രൂപയ്ക്ക് നൽകുകയാണ്. അതും എല്ലാവരും വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്ന കൂട്ടത്തിൽ സുന്നി യുവജന ഫെഡറേഷൻ്റെ കലണ്ടർ നാം ഇറക്കിയിട്ടുണ്ട്. കലണ്ടർ എന്ന് പറഞ്ഞാൽ ഡേറ്റ് നോക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഡേറ്റ് നോക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കലണ്ടറുകൾ നമുക്ക് ലഭ്യമാണ്, നമ്മുടെ വീടുകളിലൊക്കെയുണ്ട്. ഇത് നമുക്കുള്ളത് നമ്മുടെ മശായിഖന്മാരുടെ വിവരണങ്ങൾ അതിലുണ്ട്, അവരുടെ ചിത്രണങ്ങളുണ്ട്, അവരുടെ ജനനവും അവരുടെ വഫാത്തും അവരുടെ ചരിത്രങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തലുമുണ്ട്. അതെല്ലാവരും വാങ്ങണം, വീട്ടിൽ കൊണ്ടുപോകണം, വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈ പരിപാടിയുടെ അവസാനം വരെ ഇരുന്ന് ഇതൊരു സാധാരണ ഒരു പരിപാടിയോ പറഞ്ഞ് കേൾക്കലോ പിരിയലോ അല്ല. നിങ്ങളെ നോക്കിയിട്ടുണ്ടാകുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്തു, നിങ്ങൾക്കൊരു ബുക്കും പേനയും തന്ന് ഒരു മാലയും തന്ന് നിങ്ങൾ വന്നിരുന്ന പ്രതിനിധികളാണ് ഓരോരുത്തരും നമ്മുടെ വിരുന്നുകാരാണ്. നിങ്ങളിവിടെ പറയുന്ന ഓരോരുത്തരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചിലപ്പോൾ കേട്ടത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബുക്കും പേനയും തന്നത്. വിലപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ, വല്ല സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, സംശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചോദിക്കാനുള്ള അവസരം നൽകുന്നതാണ്. ഈ നിലക്ക് നമ്മോട് നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ റെങ്കേൽ ബദ്രിയ മസ്ജിദിൻ്റെ പ്രസിഡൻ്റ് അവർകൾ, ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം അവർക്ക് പല ജോലി തിരക്കുകളുള്ളത് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ പലർക്കും ജോലിയുള്ള ദിവസമാണ്, ആഴ്ചയുടെ അവസാനത്തെ ദിവസമാണ്, ശമ്പളം കിട്ടുന്ന ദിവസമാണ്, ശമ്പളം കൊടുക്കുന്ന ദിവസമാണ്. ഇങ്ങനെ തിരക്കുകൾ, അവർക്ക് ഒരുപാട് തിരക്കുകൾ എല്ലാം മാറ്റിവെച്ച് അവർ നമ്മുടെ പരിപാടിക്ക് വേണ്ടി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റെങ്കേൽ പ്രസിഡൻറ്റ് അബ്ദുൽ കരീം അവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അല്ലാഹു തആല അവർക്കും ദീർഘകാലം ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റെങ്കേൽ ജുമാഅത്ത് പള്ളി ഹുജ്ജത്തുൽ ഉലമ മൗലാന അവർ നിർത്തിയ ജുമമാണ്. അതേ നിലക്ക് അതേ ആശയാദർശം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഈമാനോടുകൂടി മരിച്ചു സുഖലോക സ്വർഗത്തിൽ നമ്മുടെ മഹാന്മാരോടെ നാം ഒരുമിച്ച് കൂടണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിപാടിയിൽ സംബന്ധിച്ച നേതാക്കളെയും പ്രവർത്തകരെയും സ്വാഗതം ചെയ്ത ദക്ഷിണ കന്നഡ ജില്ലാ സുന്നി യുവജന ഫെഡറേഷൻ പ്രവർത്തകരുടെ ആവേശവും നേതൃത്വവുമായ ഉസ്താദ് GM ഇബ്രാഹിം ഫുർഖാനി അവരുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.